എടി ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം വിളിക്കാവേ. എന്താണമ്മേ? എന്താ വിറ്റടിക്കായിരുന്നല്ലേ? മോട്ടൊക്കെ ശരിയല്ലല്ലോ, എനിക്കൊരു പന്തികേടുണ്ട്. അമ്മയെന്നകത്ത് കയറുന്നേ. അമ്മേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മയുടെ പ്രശ്നം എന്താണ്? ഞാൻ അവിടെ പോയാലും ഇവിടെ പോയാലും ഒക്കെ അമ്മേൻ്റെ പുറകെ വന്ന് നോക്കുക. എന്താ കാര്യം എൻ്റെ തുറന്ന് പറയുക. അമ്മയ്ക്ക് എന്നെ സംശയമാണ്. അമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കണേ? ഞാൻ ആരെയും നിങ്ങളൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോയി ജീവിക്കാനാണ്? അമ്മ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഫോണിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ അമ്മയ്ക്ക് അറിയുള്ളൂ. യഥാർത്ഥത്തിൽ നടക്കുന്ന വേറെ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കലും സംശയിക്കണം. ഞാൻ എൻ്റെ ഏട്ടനെ മക്കളെ നിങ്ങളൊന്നും ഉപേക്ഷിച്ചിട്ട് ഞാൻ എവിടെയും പോയില്ല. ഈ കാരണം കൊണ്ടാണോ അമ്മ ഞാൻ വിറക് വെട്ടുമ്പോഴും ഞാൻ ഒന്ന് തുണി വാഷ് ചെയ്തിടുമ്പോഴും ഒക്കെ അമ്മ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പല പ്രാവശ്യം അമ്മയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇത്രയും കുറേ നാളുകളായിട്ട് ഞാനിത് വേണ്ടെന്ന്, എന്തിനാണ് അമ്മേനോട് ഇങ്ങനെ ഒരു ടോക്കെന്ന് വിചാരിച്ചിട്ട് അമ്മ എന്നെ മോളെ പോലെ കണ്ടേക്കുന്നതാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, പക്ഷെ അമ്മ എന്നെ ഒരു എന്താ പറയുക, ഒരു സംശയത്തിൻ്റെ ഇതിലാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നതെന്ന്. അമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് ചോദിക്കണം. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പം അമ്മ പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാണ്. ഞാൻ അങ്ങനെയൊന്നല്ല അമ്മനെ കരുതിയത്. എൻ്റെ അമ്മ തന്നെയാണ് അമ്മ. ഞാൻ ഇല്ല ഞാൻ ചേട്ടനോട് ഇതൊന്നും പറയുന്നില്ല. പക്ഷെ അമ്മയുടെ ഇനി അമ്മയ്ക്ക് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് ചോദിക്കാം. മനസ്സിലായില്ലേ? ഇത്ര ഉള്ളായിരുന്ന കാര്യം ഇതൊക്കെ എന്നോട് നേരത്തെ ചോദിച്ച് ഈ പ്രശ്നം അങ്ങ് തീർക്കേണ്ടതായിരുന്നില്ലേ അമ്മേ? ഇതിപ്പോൾ എന്താ ഒരു സംശയം CID നോക്കുന്നത് പോലെ ഞാൻ അവിടെ പോയാലും ഇവിടെ പോയാലും ഒരാളോട് വർത്താനം പറഞ്ഞാലും ഒക്കെ അമ്മേനെ നോക്കായിരുന്നു. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അമ്മേനോട് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ. ഓക്കെ അമ്മ, കുഴപ്പമില്ല. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് എന്തുണ്ടെങ്കിലും അപ്പാപ്പ എന്നോട് ചോദിക്കാം കേട്ടോ. ശരിയെന്ന്. ഈ തള്ള ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.